ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വലിയ വാർത്ത. സീറ്റ് ലഭിക്കാഞ്ഞതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കാൻ കെ സുധാകരൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന വാർത്ത വരുന്നു. റോഷിപാലോട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, നിർണായകമായ വാർത്താ സമ്മേളനം 12 മണിക്ക് നിശ്ചയിച്ചോ കെ സുധാകരൻ? അരുൺകുമാർ, 12 മണിക്ക് ദില്ലിയിൽ മാധ്യമങ്ങളെ കാണാനാണ് കെ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത്. തന്റെ ആവശ്യം പൂർണ്ണമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരാകരിച്ച സാഹചര്യത്തിലാണ് ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട് തുടർ നീക്കങ്ങൾ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോകുന്നത്. ആ സമയത്തിനിടയ്ക്ക് കണ്ണൂരിലെയും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെയും തൻ്റെ അനുയായികളുമായി കെ സുധാകരൻ ആശയവിനിമയം നടത്തും. അതിനുശേഷമാണ് കെ സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കുക. കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ പോലും കെ സുധാകരനുമായി കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കെ സുധാകരന് നേതൃത്വത്തിൽ പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടി കടുത്ത രീതിയിലുള്ള പ്രതികരണം കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ പ്രഖ്യാപനം കാത്ത് ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു കെ സുധാകരൻ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു കെ സുധാകരൻ. അങ്ങനെ ഒടുവിൽ കെ സുധാകരന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. മത്സരിക്കാനുള്ള കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ അവസാനിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നത്തെ കെ സുധാകരന്റെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നേരത്തെ കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അതിനൊപ്പം തന്നെ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുക, അതിനൊപ്പം 15 നിയമസഭാ മണ്ഡലങ്ങളിൽ, അതും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികളെ നിർത്തുക. ഈ തരത്തിൽ 3 കാര്യങ്ങളാണ് കെ സുധാകരനും അനുയായികളും ആലോചിക്കുന്നത്. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം കെ സുധാകരൻ എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന ആശങ്ക ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ കോൺഗ്രസിന് നിലവിൽ 2 സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ്. അത് ഇരിട്ടിയും പേരാവൂരുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും കെ സുധാകരൻ വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്ക ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നു. ഏതായാലും ഇതൊക്കെ അവഗണിച്ച് ഇതൊക്കെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുണ്ട്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത്. കെ സുധാകരന് ഒരു ഇളവും കൊടുക്കേണ്ടതില്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് കെ സുധാകരന് മുന്നിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞത്. ഇനി കെ സുധാകരൻ എന്തായിരിക്കും പറയുക, എന്ത് രാഷ്ട്രീയ നിലപാടാണ് കെ സുധാകരൻ കേരളത്തിന് മുന്നിലുള്ളത്? റോഷിപാൽ, ഒന്ന്, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് എന്ന് സംസ്ഥാന നേതാക്കൾ കെ സുധാകരനെ ധരിപ്പിക്കും. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കെ സുധാകരനു വേണ്ടി ശക്തമായി വാദിച്ചു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ പങ്കില്ല, ഈ ചോരയിൽ പങ്കില്ല എന്നുള്ളതാണ് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുക. അത് ACC ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ്. അവസാന നിമിഷവും സംസ്ഥാന നേതൃത്വം അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തത്. അപ്പോൾ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുത്ത തീരുമാനമാണ് എന്നുള്ളത് കെ സുധാകരനെ അറിയിക്കുകയും മല്ലികാർജുൻ ഖർഗെയോ രാഹുൽ ഗാന്ധിയോ നേരിട്ട് കെ സുധാകരനുമായി ബന്ധപ്പെടുകയോ ചെയ്താൽ, അഥവാ അവരുടെ ദൂതൻ വഴി ബന്ധപ്പെടുകയും ചെയ്താൽ അനുനയത്തിനുള്ള സാധ്യത നമ്പർ 1. നമ്പർ 2, ഇപ്പോൾ റോഷി പറഞ്ഞതുപോലെ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരൻ കണ്ണൂരിലും ഇരിട്ടിയിലും പേരാവൂരിലും അഴീക്കോടും അടക്കം വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് പ്രഹരമുണ്ടാക്കുകയും കെ സുധാകരൻ ഒറ്റയ്ക്ക് കണ്ണൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കെ സുധാകരന്റെ അനുകൂലികളെ കൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുക. അതൊരു വലിയ വിമത നീക്കമാണ്. അത് 2ാമത്തെ സാധ്യത. 3ാമത്തെ സാധ്യത, കെ സുധാകരനുമായി ചില BJP കേന്ദ്രങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിപ്പോഴും സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് 3ാമത്തെ സാധ്യതയാണ്. അതൊരു ഡിസ്റ്റന്റ് സാധ്യതയാണ്. പക്ഷെ അപ്പോഴും ആ സാധ്യത അവിടെ നിൽക്കുന്നു. ഇതിൽ ഇനി 4ാമത്തെ ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത്, നിലവിൽ കെ സുധാകരൻ ഇതെല്ലാം മറന്ന് അങ്ങനൊരു തീരുമാനം വന്നു, പാർട്ടിക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയായി എന്നൊരു ഇമേജ് സൃഷ്ടിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും സണ്ണി ജോസഫിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുക. അത് വളരെ വിദൂരമായ മറ്റൊരു സാധ്യത. ഇങ്ങനെ 3-4 സാധ്യതകളല്ലേ മുൻപിലുള്ളൂ റോഷി. ഇതിലേത് സാധ്യതയാണ് നമ്മൾ കൂടുതൽ കാണേണ്ടത്? അരുൺകുമാർ, കെ സുധാകരന് മുന്നിൽ ഈ സാധ്യതകൾ മാത്രമാണ്. അതേസമയം തന്നെ പ്രവർത്തകരുടെ വികാരത്തിനനുസരിച്ചായിരിക്കും കെ സുധാകരൻ തീരുമാനമെടുക്കുക. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളുമായിട്ടൊക്കെ കെ സുധാകരൻ സംസാരിക്കുന്നുണ്ട്. അതിനു പുറമെ പല ജില്ലകളിലുള്ള കേസ് ബ്രിഗേഡുണ്ട്. അത് യുവ നേതാക്കളടക്കമാണ്. അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയതിനു ശേഷമായിരിക്കും ഒരു കടുത്ത തീരുമാനം. കാരണം ഇന്നലെ വരെ വാർത്താ സമ്മേളനം നടത്തും എന്ന് പ്രഖ്യാപനം നടത്തുമ്പോഴും കെ സുധാകരന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയിലും മല്ലികാർജുൻ ഖാർഗെയിലും.
കാരണം കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അവർ മനസ്സിലാക്കുമെന്നാണ് കെ സുധാകരൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സുധാകരന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇനി മുന്നിൽ സുധാകരന് കടുത്ത നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ആദ്യം പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണം, തൊട്ടു പിന്നാലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തണം. ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ആലോചന കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു വിമത നീക്കം, അത് പാർട്ടിക്ക് പുറത്തേക്കുള്ള വാതിൽ തുറക്കലായിരിക്കും. കെ സുധാകരൻ അങ്ങനെ നീക്കം നടത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ BJP കേന്ദ്രങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ കെ സുധാകരനുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് കടുത്ത രീതിയിലാണ്. അത് കേന്ദ്ര BJPയുടെ നേതാക്കൾ തന്നെയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന വിവരങ്ങളുണ്ട്. ഈ കാര്യം അത് കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും സുധാകരനെ ഒപ്പം നിർത്തുന്നതിനപ്പുറത്തേക്ക് സുധാകരൻ നടത്തുന്ന വിമത നീക്കം നിരീക്ഷിച്ച് അതിന് ആവശ്യമായ വെള്ളവും വളവും നൽകുക എന്നതായിരിക്കാം ഒരുപക്ഷെ BJP ലക്ഷ്യമിടുന്നത്. അതേ നിലപാട് തന്നെയായിരിക്കും ഒരുപക്ഷെ CPM. കാരണം CPM-ന്റെ ബദ്ധശത്രു, അതായത് കെ സുധാകരന്റെ രാഷ്ട്രീയം തന്നെ ഇടത് രാഷ്ട്രീയത്തിനെതിരെ, അതായത് CPM പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയുള്ള ഒരു വികാരമാണ് കെ സുധാകരൻ ഉയർത്തുന്ന രാഷ്ട്രീയം തന്നെ. അതുകൊണ്ട് ഒരു തരത്തിലും CPM-മായി കെ സുധാകരൻ ചേർന്ന് നിൽക്കാനോ സഹകരിക്കാനോ സാധ്യതയില്ല. അതേസമയം കെ സുധാകരൻ വിമതനായി മുന്നോട്ട് പോയാൽ അതിൻ്റെ ഏറ്റവും പ്രധാന നേട്ടമുണ്ടാവുക CPM-നായിരിക്കും. ആ സാഹചര്യം കൂടി CPM നിർത്താൻ നോക്കും. അതുകൊണ്ട് CPM ഏത് വിധേനയും കെ സുധാകരൻ വിമതനായി നിർത്തുക എന്നതായിരിക്കും. ഒരു തരത്തിലും ഒത്തുതീർപ്പില്ലാതെ മുന്നോട്ട് പോകുക. ഇതൊന്നുമല്ലെങ്കിൽ സുധാകരൻ എല്ലാം സഹിച്ച്, എല്ലാ വേദനകളും സഹിച്ച് വീട്ടിലേക്ക് മടങ്ങുക, കണ്ണൂരിലേക്ക് മടങ്ങുക, അവിടെ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുക. ഇങ്ങനെയുള്ള സാധ്യതകളാണ് കെ സുധാകരന്. പക്ഷേ കെ സുധാകരന് നിലവിലെ മാനസികാവസ്ഥയിൽ കടുത്ത തീരുമാനമുണ്ട്. കാരണം കടുത്ത അവഗണന, കടുത്ത അപമാനം, ഇതാണ് കെ സുധാകരനും ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണമെന്ന ചോദ്യം പോലും കെ സുധാകരന് മുന്നിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, കെ സുധാകരന് താല്പര്യമില്ലാത്ത ടിഒ മോഹനെ അവിടെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൂടി എടുത്തതോടെ കെ സുധാകരനെ ഇനി അനുനയിപ്പിക്കുക ബ്രിഗേഡിനെ സംബന്ധിച്ചും അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യം, ഒന്ന് കെ സുധാകരന് സീറ്റ് കൊടുത്തില്ല, രണ്ട് കെ സുധാകരനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സീറ്റ് കൊടുത്തില്ല, അവിടെ പകരം ടിഒ മോഹനനെ പരിഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ സമ്പൂർണ്ണമായി KS-നെ അവഗണിച്ചു എന്ന തോന്നൽ KS-ന്റെ അനുകൂലികൾക്കിടയിലുണ്ട്. അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ 4 സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, വിമതനായി KS സുധാകരൻ മത്സരിക്കുക, മറ്റു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുക. രണ്ടാമത്തത്, കെ സുധാകരൻ അനുനയത്തിന് വഴങ്ങുക, പൂർണ്ണമായും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരായി തിരിച്ചു മടങ്ങി ശിഷ്ടകാലം പ്രവർത്തിക്കുക. അത് സണ്ണി ജോസഫിൻ്റെയും BD സതീശിൻ്റെയും ഇതോടുകൂടി കെ സുധാകരൻ ആ സേ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സാധ്യത, BJP കേന്ദ്രങ്ങൾ സമീപിച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. നിലവിൽ അത്തരം സാധ്യതകൾ നമ്മളിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ തുടങ്ങുന്നു. പക്ഷേ കെ സുധാകരനെ ആരും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതൊരു സാധ്യതയാണ്. BJP സ്വാഭാവികമായിട്ടും കണ്ടുവയ്ക്കുമല്ലോ. ആസാമിലും അങ്ങനെ തന്നെയാണ്. ഭൂപൻ കുമാർ ബോറയെ, മുൻ KPCC അധ്യക്ഷനെ BJP ക്യാമ്പിലേക്കാണ് എത്തിക്കാൻ അവർ ശ്രമിച്ചത്.